ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദേശശുശ്രൂഷകളുടെ ആമുഖ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ആരാധനയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഇന്നയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നത് പോലെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും വേണ്ടിയാണ്. നിങ്ങളുടെ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിക്കുകയാണ്. ഒരിക്കൽ കൂടി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49, ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയുടെ ഏറ്റവും നല്ല നിമിഷത്തിലേക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എന്നിലേക്കെഴുന്നള്ളുമ്പോൾ എൻ്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ എല്ലാം മറന്ന് സ്തുതി പാടുന്നു, നിന്നിൽ അലിയാൻ മിഴിനീരോടെ. ആരാധന 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 എൻ്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ എല്ലാം മറന്ന് സ്തുതി പാടുന്നു, നിന്നിൽ അലിയാൻ മിഴിനീരോടെ. ആരാധന 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് ഏറെ പ്രാർത്ഥനയോടെ കുടുംബങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ആരാധനയിലൂടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ ആരാധനയോട് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഈ ഒരു നല്ല ശുശ്രൂഷയെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വിവിധ ആവശ്യങ്ങളും വിവിധ നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ച് പങ്കെടുക്കുന്ന ഈ ആരാധനയിൽ കുടുംബമായി ഒരു കൂട്ടായ്മയായി നിന്ന് ഒരു നിമിഷം നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം പറയുന്നുണ്ട്, കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടുത്തു വരേണ്ടത്? നന്ദി നിറഞ്ഞൊരു മനസ്സോടെ, നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, ഈ കുടുംബത്തെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു, ഓരോ മാതാപിതാക്കളെയും ഓരോ യുവജനങ്ങളെയും
സമർപ്പിക്കുന്നു. യുവതി യുവാക്കളെയും ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഇപ്പോൾ ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ സമയം, ഈ ആരാധനയുടെ സമയം, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സമയമാക്കി ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തുവെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷയെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. രോഗികളെ ചേർത്ത് വയ്ക്കുന്നു. പലതരത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിക്കുന്നവരെ ചേർത്ത് വച്ച് ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. രോഗമായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന ആരെങ്കിലും ഈ ദിവസവും മുടങ്ങാത്ത അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകം നൽകുന്ന ഒരു നല്ല സമയമാകട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി ഞങ്ങൾ ചേർന്ന് പാടി അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളെല്ലാവരും അങ്ങയെ ആരാധിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഇപ്പോൾ ഇടവരട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ, ഗാനത്തോട് ചേർന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളെ അങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ശക്തനായ ദൈവമേ, ശക്തനായ ദൈവമേ, വലിയ കാര്യങ്ങൾ ഞങ്ങൾക്കായി അങ്ങ് ചെയ്യണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണമേ. തിന്മയുടെ ആധിപത്യങ്ങളെ ചിതറിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അങ്ങ് അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ആരാധനയുടെ സമയമായിരുന്നു ഇത്. ഈ ആരാധനയുടെ സമയത്ത് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, പ്രതീക്ഷയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതൊരു വെറും വാക്കല്ല. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ആ വാക്കിൽ തന്നെയുണ്ട് ദൈവം എന്തു ചെയ്യുമെന്ന്. ചെറിയ കാര്യങ്ങളല്ല, ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ വീട് ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ എൻ്റെ 2 കുട്ടികളെയും എൻ്റെ ഭർത്താവിന് കടം കൊടുത്തവർ ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എൻ്റെ മക്കളെ അവർ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കും. ഞാൻ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളും ഒരുപക്ഷെ ഇതുപോലെ അല്ലെങ്കിലും മറ്റേതോ ഒരു അനുഭവത്തിൽ തകർന്നും വിഷമിച്ചും പരാജയപ്പെട്ടും ഇനി എന്തു ചെയ്യണം, എങ്ങോട്ട് നീങ്ങണം, ആരോട് ചോദിക്കണം, എവിടെ കൈ നീട്ടണം, എവിടെ നിന്ന് സഹായം വരും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ ആ നിയോഗത്തെ കൊടുക്കുക. ശക്തനായവൻ ഒരു വാതിൽ തുറക്കും. ശക്തനായവൻ ഒരു വലിയ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഒന്നും നടക്കില്ലെന്ന്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. വിശ്വസിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഈ സ്ത്രീ വിചാരിച്ചു, ഇങ്ങനെ പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചു കാണില്ല. ആ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒരു ഭരണിക്കകത്ത് കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. എൻ്റെ നിലവിലെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പം അതൊരു പരിഹാരമല്ലെന്നറിയാം, പക്ഷെ അതിരിപ്പുണ്ട്. അപ്പോൾ ആ സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, നീ വീട്ടിൽ പോയി വീട്ടിലെ ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നിരത്തി വയ്ക്കുക.
വീണ്ടും പാത്രങ്ങൾ വേണമെങ്കിൽ അയൽവാസികളുടെ അടുത്ത് മേടിക്കുക. എന്നിട്ടുള്ള എണ്ണ ആ കാലിയായ പാത്രത്തിലേക്ക് പകരുക. ആ സ്ത്രീ ആ കാര്യത്തെ എടുത്തത് വിശ്വാസത്തിലെടുത്തു. ഈ ചെറിയ കാര്യം ചെയ്യുമ്പോൾ എന്ത് കാര്യം നടക്കാനാ? ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നോക്കിക്കേ. ഒരു പാത്രത്തിൽ നിന്ന് എണ്ണയെടുത്ത് ഒന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എന്ത് അത്ഭുതം നടക്കാനാ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു ഉത്തരവില്ല. പക്ഷേ ആ സ്ത്രീ ബുദ്ധി കൊണ്ടല്ല, അതിനെ വിശ്വാസത്തിലെടുത്ത് ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തപ്പം ആ ഭവനത്തിൽ സർവശക്തനായ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം വലിയൊരു കാര്യം ചെയ്തു. എന്നിട്ട് ആ സ്ത്രീ പറയുന്നു, എൻ്റെ വീട്ടിൽ ഞാൻ നിരത്തി വെച്ച ഓരോ പാത്രങ്ങളും നിറയെ എണ്ണ വന്നു. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, അത് വിറ്റ് കടം വീട്ടുക, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാകും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നും ഹൃദയത്തിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തിലൊന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥലത്തൊന്ന് കണ്ണുകൾ അടച്ച് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിതത്തെ കൊടുത്ത് ഈ ദൈവമാ നിങ്ങളോട് പറയുന്നത്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇത് ഞാൻ പറയുന്നതായി കേൾക്കുമ്പോഴാണ് പ്രശ്നം. ഇത് ദൈവം തന്നെ നിന്റെ കുടുംബത്തെ നോക്കി ഇങ്ങനെ പറയുന്നതാണെങ്കിലോ, നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ മനസ്സിൻ്റെ വിഷമങ്ങളെ കണ്ട്, കുടുംബ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് നിന്നോട് നേരിട്ട് വളരെ പേഴ്സണലായി ദൈവം നിന്നോട് പറയുന്നതാണെങ്കിലോ, ശക്തനായവൻ വലിയ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ ചെയ്യും. വഴിതെറ്റിപ്പോയ മക്കൾ ആയിരിക്കും നിന്റെ ഒരു വിഷമം, അല്ലെങ്കിൽ മദ്യപാനിയായൊരു ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയൊരു സാഹചര്യമായിരിക്കാം. ഞാനിതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ ഒരുപക്ഷെ അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് വിഷയത്തെയും ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് കൊടുക്കുക. എന്നിട്ട് പറ, ശക്തനായവൻ ഈ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അത് പ്രവർത്തിക്കും, അതവിടെ അത്ഭുതമായി മാറും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ആശീർവാദം എത്തും. പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഉത്തരമായതെത്തും. തിന്മയുടെ ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് അതൊരു വിടുതലായി എത്തും. നമുക്കൊരു നിമിഷം ഒന്ന് മനസ്സിനെ ഒരുക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ ജീവിതത്തെ കൊടുക്കുന്നു എന്നതിനടയാളമായി കൈകൾ യാചനാപൂർവം പിടിച്ച് നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ്. അതിനായി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.